First, at the age of 17 was my mother. அவங்க வந்து ஒரு ferocious lady. அவங்க வந்து ஒரு நாள் சொன்னாங்க, "Jo, you have to just stand here and let's face people, let's face the world." அவங்க சொன்னாங்க, "I want money in your bank because if you haven't met the right man, keep your head held high and walk out of the relationship. It's not worth it." So thank you to my amma for teaching me self-worth and self-respect only by having equality at home. நிஜமாவே எனக்கு ஒரு பையன் மாதிரி வளர்த்திருக்காங்க, அது சொல்ல முடியாது, ஈக்குவலாக வளர்த்திருக்காங்க. ஸோ தட்ஸ் ஃபார் மை மதர். അതെൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞോണ്ടാ. കണ്ട ഓർമ്മ പോലും ഇല്ലാത്ത കാലത്ത് മരിച്ചു പോയതാ എൻ്റെ അമ്മ. അമ്മയുടെ പേരോ നാടോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും എനിക്ക് എൻ്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. അമ്മയെക്കുറിച്ച് ചീത്തയായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് സങ്കടവും ദേഷ്യവും വരും. ഞാൻ അടിച്ചു പോയതാ. എന്റെ ബ്ലഡിൽ പോലീസ് ഉണ്ടായിരുന്നു. എന്റെ ബ്ലഡിലും ഉണ്ടായിരുന്നു എന്റെ അമ്മ. അമ്മച്ചി എന്തായി പറഞ്ഞേ? പെറ്റ തള്ളയ്ക്ക് മനസ്സിലാവുള്ളൂ. അതല്ല, ചങ്ക് പറിച്ചെടുത്തോണ്ട് പോകുന്ന വേദനയും കടിച്ചമർത്തി അവള് നിന്നത് കണ്ടില്ലേ നിങ്ങളൊക്കെ? അവിടെ ഇഷ്ടം നടത്തി കൊടുക്കണം മക്കളെ. അമ്മച്ചി, ഇത് ഞാൻ പറയാതിരുന്ന അമ്മച്ചി. കണ്ണി കണ്ട പെൺപിള്ളേരൊക്കെ ഏത് പാരാത്തിൽ വിളിച്ചാലും നിനക്കൊക്കെ സൊള്ളാൻ സമയമുണ്ട്. സ്വന്തം അമ്മ വിളിച്ചാൽ 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ തിരക്കും ബഹളവും ദേഷ്യവും. എന്തിനാണ് അതിപ്പോ അമ്മ വിളിക്കുമ്പോ ദേഷ്യപ്പെടണേ? സഹോ, ഞാനെന്നല്ല, എല്ലാ മക്കളും അമ്മമാരോട് ദേഷ്യപ്പെടും. എന്താ കാര്യം? എടാ, നമ്മളെ വിട്ട് പോലെന്ന് നമുക്ക് ഉറപ്പുള്ള ഒറ്റ ആളേ ഉള്ളൂ, അത് നമ്മുടെ അമ്മയാണ്. വയസ്സുകാലത്ത്
1800-കളിൽ ഒരു മധ്യത്തിൽ ഒരു തണുത്ത സായാഹ്നത്തിൽ സ്കൂളിൽ നിന്ന് വരുന്ന ഒരു കുട്ടി വിറയ്ക്കുന്ന കൈകളോടെ പേടിച്ച് തൻ്റെ കയ്യിലിരിക്കുന്ന ഡയറി എടുത്തിട്ട് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് സ്കൂളിൽ നിന്ന് ടീച്ചർ തന്നുവിട്ടതാണ്. അമ്മ തുറന്നു നോക്കി അത് വായിച്ചിട്ട് നിറകണ്ണുകളോടെ അവനെ വായിച്ചു കേൾപ്പിച്ചു, നിങ്ങളുടെ മകന് ബുദ്ധി കൂടുതലായതുകൊണ്ടും വളരെ കഴിവുള്ള കുട്ടിയായതുകൊണ്ടും നിങ്ങളെ കുഞ്ഞിനെ പഠിപ്പിക്കുവാനുള്ള സൗകര്യങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ ഇല്ല. അതിനുശേഷം ആ അമ്മ അവനെ സ്കൂളിൽ വിട്ടില്ല. അമ്മ വീട്ടിൽ ഇരുത്തി അവനെ പഠിപ്പിക്കുവാൻ തുടങ്ങി. അവരുടെ തുച്ഛമായ വരുമാനം കൊണ്ട് പരീക്ഷണശാലകൾ അവന് വേണ്ടി തുറന്നു. അവൻ പരീക്ഷണങ്ങൾ ചെയ്ത് വർഷങ്ങൾക്ക് ശേഷം ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസൺ ആയിരുന്നു അന്ന് ആ വീട്ടിൽ വളർന്നു വന്നത്. ലോകത്തിന് അക്ഷരീകമായ വെളിച്ചം കാണിച്ചു കൊടുത്ത, ബൾബ് കണ്ടുപിടിച്ച, ലൈറ്റ് കണ്ടുപിടിച്ച, ലോകത്തിന് വെളിച്ചത്തിന് തുടക്കമിട്ട വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് തോമസ് ആൽവ എഡിസൺ. തൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ തൻ്റെ അമ്മ ഒരു കാരണമായിരുന്നു. അമ്മയുടെ മരണത്തിന് ശേഷം അമ്മയുടെ മുറി അദ്ദേഹം പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ നിന്ന് ലഭിച്ച ആ പഴയ ഡയറി ലഭിച്ചു. ആ ഡയറി തുറന്ന് അവൻ വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരുന്നു, നിങ്ങളുടെ കുഞ്ഞിന് ബുദ്ധിമാന്ദ്യമുണ്ട്, അവൻ ആവശ്യത്തിനുള്ള ബുദ്ധിയില്ലാത്തതുകൊണ്ട് ഈ സ്കൂളിൽ ഇവനെ പഠിപ്പിക്കുവാനുള്ള സൗകര്യങ്ങളില്ല, ആയതിനാൽ നിങ്ങൾ അവനെ ഈ സ്കൂളിൽ നിന്ന് മാറ്റേണ്ടതാണ്. അവൻ നിറകണ്ണുകളോടെ ആ ഡയറി തുറന്ന് വായിക്കുവാനും കരയുവാനും തുടങ്ങി. തോമസ് ആൽവ എന്ന സയന്റിസ്റ്റ് ലോകത്തിന് വേണ്ടി എഴുന്നേറ്റതിൻ്റെ കാരണം അവൻ്റെ അമ്മയായിരുന്നു. അമ്മ അന്ന് ഡയറി വായിച്ചിട്ട് അവനോട് പറഞ്ഞു കൊടുത്ത വാക്കുകളാണ് തോമസ് ആൽവ എഡിസൺ എന്ന ശാസ്ത്രജ്ഞനെ എഴുന്നേൽപ്പിക്കുവാൻ ഇടയായത്.